നമസ്കാരം. സാമൂഹ്യ പാഠത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ജോലിയിൽ നിന്നുള്ള വിരമിക്കൽ ജീവിതത്തിൻ്റെ വിശ്രമഘട്ടമായാണ് കരുതപ്പെടുന്നത്. എങ്കിലും മാറുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ നല്ല രീതിയിൽ ജീവിക്കാനും മികച്ച അവസരങ്ങൾ കണ്ടെത്താനുമുള്ള ഒരു പുതിയ അധ്യായമാണ് ഇതിലൂടെ തുറക്കപ്പെടുന്നത്. അങ്ങനെ വിശ്രമ ജീവിതം ആനന്ദകരമാക്കാനുള്ള വഴികൾ തേടുകയാണ് ഇന്ന് സാമൂഹ്യ പാഠം. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് സൈക്കോളജിസ്റ്റായ ഡോക്ടർ മൃദുല നായരാണ്. മാമിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം മാം. നമസ്തേ. പ്രേക്ഷകർക്ക് പരിപാടിയിലേക്ക് വിളിക്കാം സ്ക്രീനിൽ കാണുന്ന നമ്പറിലൂടെ. മാം ഒരു സൈക്കോളജിസ്റ്റ് എന്നതിൽ അപ്പുറമായിട്ട് തിരുവനന്തപുരം MG കോളേജിലെ റിട്ടയർഡ് പ്രിൻസിപ്പൽ കൂടിയായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും വലിയൊരു ഔദ്യോഗിക ജീവിതം നയിച്ച ആൾ കൂടിയാണ് അല്ലേ? അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ നമുക്ക് ചോദിക്കാനുള്ളത്, ഈ വിശ്രമ ജീവിതം എന്ന് പറയുന്നത് ശരിക്കും അങ്ങനെയൊന്നുണ്ടോ? ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു വിശ്രമ ജീവിതം എന്നുള്ളൊരു സ്റ്റേജ് അത് എപ്പോഴാണ് തുടങ്ങുന്നത്? അങ്ങനെ ഒരു വേർതിരിവ് അത് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ആദ്യം തന്നെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ വക ഒരു നമസ്കാരം. ഇപ്പം നമ്മുടെ അടുത്ത് ചോദിച്ച ഒരു ഇതെന്താണെന്ന് വെച്ചാൽ, വിശ്രമ ജീവിതം എന്നൊന്നുണ്ടോ? അത് എല്ലാ വ്യക്തികൾക്കും ഉണ്ടെന്നോ എല്ലാ വ്യക്തികൾക്കും ഇല്ലെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. അത് നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡാണ്. നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതൊരു വിശ്രമ രീതിയിൽ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. ചിലർ വിരമിച്ചാലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് തങ്ങളുടെ ആ സമയം എങ്ങനെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാമെന്ന് ചിന്തിക്കുന്നവരും ഉണ്ട്. അപ്പോൾ വിരമിച്ചു എന്ന് കരുതി അത് നമ്മുടെ ഒരു പാർട്ട് ഓഫ് ഒരു ലൈഫിൻ്റെ അടുത്തൊരു സ്റ്റേജിലോട്ട് പോകുകയാണ്. അതായത് 2ാം ഊഴെന്നോ 3ാം ഊഴെന്നോ ഒക്കെ നമുക്ക് പറയാം. അത് നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഇത്രയും രസകരമായ ഒരു കാലഘട്ടം നമ്മുടെ ജീവിതത്തിൽ വേറെ ഇല്ല എന്ന് തന്നെ പറയാം. കാരണം വലിയ വലിയ ബാധ്യതകളിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറിയിരിക്കുകയാണ്. പക്ഷേ അതിന് വേറൊരു വശം കൂടിയുണ്ട്. ചിലർ വിരമിക്കാൻ 56 വയസ്സിൽ അല്ലെങ്കിൽ 60 വയസ്സിൽ വിരമിക്കണമെന്ന് കരുതി 50 വയസ്സിലെ ആദ്യം എടുക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് അങ്ങനെയുള്ളവർക്ക് വിരമിച്ചിട്ടുള്ള ആ ഒരു സമയം അവർക്ക് വിശ്രമിക്കാനേ പറ്റാറില്ല. അവർ മാനസികമായിട്ട് കടുത്ത സംഘർഷത്തിലായിരിക്കും. ഇനി എന്ത് എന്നുള്ള ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഏത് പ്രായത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴും ഇപ്പം ബാല്യത്തിനൊരു പ്രത്യേക ഒരു ലിമിറ്റുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ കൗമാരത്തിലോട്ട് പോകണം. കൗമാരം കഴിഞ്ഞാൽ നമ്മൾ യൗവനത്തിലോട്ട് പോകണം. ഇപ്പോൾ ഇപ്പോഴ് പുതിയ ഒരു ഇതനുസരിച്ച് 65 വയസ്സ് വരെയും നമ്മൾ യൗവനത്തിൻ്റെ ആ ഒരു സ്റ്റേജ് തന്നെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പഴയ പോലെയൊന്നും അല്ല. 60 വയസ്സിൽ വയസ്സായി എന്നൊന്നും പറയുന്നില്ല. സീനിയർ സിറ്റിസൺ എന്ന് പറയുന്നത് അതൊരു അന്തസ്സുള്ള ഒരു പദവി തന്നെയായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം അത് നമുക്ക് നല്ലൊരു പദവിയാണ്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, എല്ലാവരും ഈ സീനിയർ സിറ്റിസൺ ആകുന്നില്ല അല്ലേ? എത്രയോ പേർക്ക് ആ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല. പലരും ഈ ജനിച്ച് ഭൂമിയിൽ വീണ് അങ്ങ് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എവിടെയൊക്കെയോ വെച്ച് മുകളിലോട്ട് തിരിച്ചു പോയി. അപ്പോൾ 60 വയസ്സ് കഴിഞ്ഞും അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് പിന്നെയും ജീവിക്കുന്ന എല്ലാ വ്യക്തികളോടും ഞാൻ പറയുന്നത്, ഇത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. നമുക്കെല്ലാം ഈ ഒരു കാലം നമുക്ക് എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റണം എന്ന് തന്നെ ഞാൻ നിങ്ങളോട് എല്ലാവരോടായിട്ട് ആവശ്യപ്പെടുകയാണ്. ഇപ്പോൾ നമുക്ക് ജീവിതത്തിൻ്റെ ഓരോ കാലഘട്ടത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു മനോഹാരിതയുണ്ടല്ലേ? തീർച്ചയായും. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ജോലിയിൽ ഇരിക്കുമ്പോഴും അല്ലെങ്കിൽ അതിനുശേഷം എന്ത് എന്നുള്ള ഒരു വ്യാകുലതയുടെ ആവശ്യം തന്നെ ഒന്നും തന്നെ ഇല്ല അല്ലേ? അതിൻ്റെ ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് ഉയർച്ചകളുടെയും താഴ്ചകളുടെയും പല സമ്മർദ്ദങ്ങളുടെയും ഒക്കെ കൂടി ഒരു ആകത്തുക എന്ന് പറയാം. അപ്പോൾ ഈ വിരമിക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് പലപ്പോഴും പലരും ചെയ്യാറുണ്ട്, പല പ്ലാനിങ് നടത്തുന്നവരുണ്ട് എങ്ങനെ ആവണം എന്നൊക്കെ. അപ്പോൾ നമുക്ക് അതിലേക്ക് വരാം. നമുക്കൊരു പ്രേക്ഷകനുണ്ട് അടൂരിൽ നിന്ന്, രാധാകൃഷ്ണൻ, അദ്ദേഹമാണ് വിളിക്കുന്നത്. നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. നമസ്തേ. ഹലോ. നമസ്കാരം. ഹലോ, നമസ്കാരം. ഹലോ, പറയൂ. ഞാൻ ഒരു 29 വർഷം സർക്കാർ സേവനത്തിന് ശേഷം പിരിഞ്ഞ ഒരാളാണ്. ഇപ്പോ വിശ്രമ ജീവിതമാണ് സത്യത്തില്. പക്ഷെ അത് എന്റെ ആരോഗ്യസ്ഥിതി കൂടുതൽ വഷളാകുന്ന രീതിയിലേക്കാണ് പോകുന്നത്. എപ്പോഴും ഇതിനെക്കുറിച്ച് ചിന്തിക്കുക, മറ്റൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട്. അപ്പൊ എനിക്കൊരു എപ്പോഴും നെഗറ്റീവ് തോട്ടാണ് എന്നെ ഉപയോഗിക്കുന്നത്. എനിക്ക് സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങളില്ല, പിന്നെ കുടുംബപരമായിട്ട് പ്രശ്നങ്ങളില്ല, പിന്നെ ഒരു ഭാര്യയുണ്ട്, അവര് റിട്ടയർഡാണ്, മകനുണ്ട്, അവന് ഇപ്പോൾ സർക്കാർ ജോലിയിലുമാണ്. പക്ഷെ അപ്പം ഞാൻ
താങ്കളോട് ആദ്യമേ തന്നെ പറയട്ടെ, ചിന്തിച്ച രോഗാവസ്ഥയെ കുറിച്ചൊക്കെ നിരന്തരം ചിന്തിക്കുകയും രാത്രിയിലോ തീരെ ഉറക്കമില്ലാത്ത ഒരു സ്ഥിതി ഒക്കെ ഉണ്ട്. ഓക്കെ, അതിന് ഞാൻ പറയാം. അപ്പോൾ ആദ്യമേ തന്നെ താങ്കൾ ഏത് സർവീസിലാണ് ഇരുന്നിരുന്നതെന്നൊന്ന് പറയാമോ? 29 വർഷം സർവീസിലുണ്ടായിരുന്നു. ഏതായിരുന്നു താങ്കളുടെ ഏരിയ? വകുപ്പിലെ പഞ്ചായത്തുകളില് വിവിധ തസ്തികകളിൽ ജോലി ചെയ്തിട്ട് 8 വർഷത്തോളം പിന്നെ പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ടും ജോലി ചെയ്തിട്ട് പഞ്ചായത്ത് സെക്രട്ടറി പോസ്റ്റിൽ നിന്നും റിട്ടയർ ചെയ്ത ആളാണ്. ഓക്കെ, അപ്പോൾ മിസ്റ്റർ രാധാകൃഷ്ണൻ സാറിനോട് എനിക്ക് പറയാനുള്ളത്, താങ്കൾ ആ പഞ്ചായത്തിൽ ഇരുന്നപ്പോൾ ഒരുപാട് ആൾക്കാരെ താങ്കൾക്ക് കാണേണ്ടി വന്നിട്ടുണ്ട്. ദൈനംദിനം ഒരുപാട് ആൾക്കാരെ കാണുന്നു. തിരക്ക് പിടിച്ചൊരു ജീവിതമായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ, പിന്നെ പല സ്വഭാവത്തിലുള്ള ആൾക്കാർ, സാമ്പത്തിക ശേഷിയിലുള്ള ആൾക്കാർ നിരന്തരം ഇടപെടേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അതിനോട് സെക്രട്ടറി ആയിരുന്നു. അപ്പൊ ഇതൊക്കെ നല്ല തിരക്ക് പിടിച്ച ജോലിയാണ്. നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു ശൂന്യതയാണ് വന്നത്. പിന്നെ പഴയ പോലെ ആൾക്കാരെ കാണാനൊന്നും ഇല്ല. അപ്പം നമ്മളിത് ഏകദേശം റിട്ടയർ ചെയ്യുന്നതിന് ഒരു 2 വർഷം മുമ്പ് വരെ തൊട്ടെങ്കിലും നമ്മളിതൊന്ന് ആലോചിച്ച് തുടങ്ങണമായിരുന്നു. പക്ഷേ അതിപ്പോൾ സാറിൻ്റെ കാര്യത്തിൽ അത് പറ്റിയില്ല. പക്ഷേ ഇനി വിഷമിക്കാനൊന്നുമില്ല. താങ്കളുടെ ഭാര്യയ്ക്കും താങ്കൾക്ക് പെൻഷനുണ്ട്, മകന് ജോലിയുണ്ട്, വേറെ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ എല്ലാ വ്യക്തികൾക്കും ഒരു ഏജ് കഴിയുമ്പോൾ സത്യം പറഞ്ഞാൽ ആരോഗ്യസ്ഥിതിയിൽ ഒരുപാട് വ്യത്യാസം വരും. അതുകൊണ്ടൊക്കെ ആണല്ലോ നമ്മളെ 56 വയസ്സിലും 60 വയസ്സിലും റിട്ടയർമെൻറ്റ് ജീവിതം വച്ചിരിക്കുന്നത്. കാരണം നമുക്ക് അതുവരെയാണ് ഹൈ പ്രൊഡക്ടിവിറ്റിയോടുകൂടി നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. എല്ലാവരിലും ഇല്ല, ചിലവർക്ക് 80 വയസ്സിലും നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നവരുണ്ട്. അപ്പോൾ ഇവിടെ വേറെ ഒന്നും ചെയ്യാനില്ല. എൻ്റെ അഭിപ്രായത്തിൽ വീട്ടിൽ എന്തെങ്കിലും ചെറിയ ചെറിയ ഗാർഡനിങ് ചെയ്യാം, അല്ലെങ്കിൽ അടുക്കള പണിയിലോ അല്ലെങ്കിൽ ഭാര്യയായിട്ട് എന്തെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇൻവോൾവ് ചെയ്യുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നന്നായിരിക്കും. ഇനി ഞാൻ പറയാൻ ചിലപ്പോൾ അമ്പല കമ്മിറ്റിയിൽ പ്രവർത്തിക്കാനൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അതിൽ പുതിയ തലമുറയുടെ കൂടെ ചിലപ്പോൾ നമുക്ക് പറ്റില്ലായിരിക്കും. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ സ്വയം നമുക്കിഷ്ടമുള്ള കുറേ കാര്യങ്ങളുണ്ട്, അതെന്താണെന്ന് കണ്ടുപിടിക്കണം. പൊതുവേ റിട്ടയർമെൻറ്റിന് ശേഷം ഈ സ്ത്രീകളെക്കാളും കൂടുതൽ പുരുഷന്മാർക്കാണ് ഈ ഏകാന്തതയും മടുപ്പും തോന്നുന്നത്. കാരണം അവർ സദാസമയം വെളിയിൽ തന്നെ ആയിരുന്നു. സ്ത്രീകൾ പിന്നെ ജോലിക്ക് പോയാലും അവർ കുടുംബമായിട്ട് കൂടുതൽ ഇഴുകി ചേർന്നതുകൊണ്ട് റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് അവർ നേരെ വീണ്ടും അടുക്കളയിലോട്ട് തന്നെ കയറുന്നു, അല്ലെങ്കിൽ കൊച്ചുമക്കളുടെ കാര്യത്തിലോട്ട് പോകുന്നു. പുരുഷന്മാർക്ക് അത് പറ്റില്ല എന്ന് വിചാരിച്ച് നമ്മളങ്ങനെ നിരാശപ്പെടേണ്ട കാര്യമില്ല. താങ്കൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്താണ് ഇഷ്ടം ഉള്ള കാര്യം ഒന്ന് താങ്കൾ തന്നെ ചിന്തിക്കുക. കൃഷിപ്പണിയാണോ, പൂക്കൾ വയ്ക്കുന്നതാണോ? എത്രയോ പേര് അവരുടെ മട്ടുപ്പാവിൽ ചെറിയ രീതിയിലുള്ള കൃഷി അല്ലെങ്കിൽ പൂന്തോട്ട നിർമ്മാണം ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ വലിയ പൈസ ചിലവില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങളിലോട്ടൊക്കെ മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും. ബുക്ക് വായിക്കാം. അപ്പോൾ ഇത് പറയുമ്പോൾ എല്ലാം കൂടെ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കാരണം നമ്മളൊരു മടുപ്പിൻ്റെ സ്റ്റേജിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ തന്നെ വിചാരിച്ചാലേ ഈ മടുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. പിന്നെ കഴിയുന്നതും പകൽ സമയങ്ങളിൽ ഉറങ്ങാതിരിക്കാൻ ശ്രമിച്ചാലേ രാത്രി ഉറക്കം ഉണ്ടാവുകയുള്ളൂ. പൊതുവേ കൊച്ചുകുട്ടികൾ കൂടുതൽ ടൈം ഉറങ്ങുമ്പോൾ നമ്മൾ മുതിർന്നവർക്ക് ഉറക്കം കുറയുകയാണ്. അത് പ്രകൃതിയുടെ ഒരു പ്രത്യേക ഇതാണ്. വയസ്സാകും തോറും അല്ലെങ്കിൽ നമ്മുടെ ഏജ് കൂടിക്കൂടി വരുംതോറും നമ്മൾക്ക് ഉറക്കം കുറയുകയാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു നാച്ചുറൽ ഫിനോമിന മാത്രമാണ്. അതായത് നമ്മൾ വയസ്സായി നമ്മളെ കൊണ്ടൊന്നിനും കൊള്ളില്ല അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല കേട്ടോ. എന്തായാലും താങ്കൾ ഉച്ചയ്ക്ക് ഉണർന്നിരുന്ന് ഈ പരിപാടി വീക്ഷിക്കുന്നതിൽ വളരെ സന്തോഷം. താങ്കൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു. വിളിച്ചതിന് നന്ദി. ഓക്കെ, അദ്ദേഹം പറഞ്ഞതുപോലെ ധാരാളം പേരുണ്ട്. അതായത് പെട്ടെന്ന് തിരക്ക് പിടിച്ച ഒരു ജീവിതത്തിൽ നിന്ന് പെട്ടെന്ന് മാറേണ്ടി വരുമ്പോഴുണ്ടാകുന്നൊരു ശൂന്യത, അല്ലെങ്കിൽ അതൊരു ഒരുപക്ഷെ ഡിപ്രഷനിലേക്കൊക്കെ പോകാനുള്ള ഒരു സാധ്യത. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ ഈ ഒരു അവസ്ഥ എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് മാഡം പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് സ്ത്രീകളുടെ കാര്യം. ഇപ്പോൾ സ്ത്രീകൾക്ക് തന്നെ ഇപ്പോൾ ജോലിയിൽ ഇരിക്കുമ്പോൾ തന്നെ പലതരത്തിലുള്ള ഇപ്പോൾ 2 കുടുംബവും നോക്കണം, അല്ലെങ്കിൽ ജോലിക്കും പോകണം. ആ ഒരു സാഹചര്യത്തിൽ എല്ലാം മാനേജ് ചെയ്ത് കൊണ്ടുപോയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴുണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ പലപ്പോഴും ഈ റിട്ടയർമെൻറ്റിന് ശേഷവും തുടർന്നേക്കാം അല്ലേ? അപ്പോൾ ഈ സ്ത്രീകളെ സംബന്ധിച്ച് നമുക്ക് എങ്ങനെ അതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കാം? സ്ത്രീകളെ സംബന്ധിച്ച് ഈ റിട്ടയർമെൻ്റ് എന്ന് പറയുമ്പോൾ ഈ പുരുഷന്മാരെ പോലെ അല്ലെങ്കിൽ അല്ലാതെയും അവർ സമൂഹത്തിലോട്ട് ഇറങ്ങുന്നവരുണ്ട്. സ്ത്രീകൾക്ക്
എല്ലാ സ്ത്രീകളും അല്ല, കുറച്ച് 1% സ്ത്രീകൾക്കെങ്കിലും വീട്ടിൽ നിന്ന് വെളിയിൽ സമൂഹമായിട്ട് ഇടപഴകാൻ പറ്റിയത് ഈ ജോലിക്ക് പോകുമ്പോൾ മാത്രമായിരുന്നു. രാവിലെ എണീക്കുന്നു, കുളിക്കുന്നു, നല്ല വസ്ത്രം ധരിക്കുന്നു, ഒരുങ്ങുന്നു, സന്തോഷത്തോടുകൂടി ഓഫീസിൽ പോകുന്നു, കൂട്ടുകാരുമായിട്ട് സൊറ പറയുന്നു, ചിരിക്കുന്നു, ബഹളം വയ്ക്കുന്നു, വീട്ടിലെ പ്രശ്നങ്ങൾ മറക്കുന്നു. പക്ഷേ നമ്മൾ റിട്ടയർമെൻറ്റിന് ശേഷം ചിലപ്പോൾ എല്ലാവരിലും ഇപ്പം ആണിനാകട്ടെ പെണ്ണിനാകട്ടെ ചിലപ്പോൾ നല്ല കുടുംബജീവിതം ഉണ്ടാകണമെന്നൊന്നുമില്ല. ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, എല്ലാത്തിലും കുറ്റം കണ്ടുപിടിക്കുന്ന ഒരു പാർട്ട്ണറാണ് നിങ്ങൾക്കെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മാനസിക ആരോഗ്യവും ശാരീരിക ആരോഗ്യത്തോടൊപ്പം തന്നെ നഷ്ടമാകും. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പിന്നെ ഇവർക്ക് ഇറങ്ങി പോകാനൊരു വഴിയില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ ഒരുപാട് സ്ത്രീകൾ അവരവരുടെ തിരുവാതിര ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്, അമ്പലങ്ങളിൽ തീർത്ഥാടനത്തിന് പോകുന്നുണ്ട്. ഇപ്പോൾ പലരും എന്നെ വിളിക്കാറുണ്ട്, മാഡം കൂടെ വരുന്നോ? അപ്പോൾ ഞാനല്ല, നിങ്ങൾ പോയിട്ട് വരൂ, കാരണം ഞാൻ വേറെ രീതിയിൽ ഞാൻ എന്നെ തന്നെ ബിസിയാക്കി വയ്ക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നമില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള നമ്മുടെ പ്രായക്കാരുമായിട്ട് ഇടപഴകാനുള്ള ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കിയ, അതിന് വലിയ നിയമാവലികളൊന്നും വയ്ക്കരുത് കേട്ടോ. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു പ്രത്യേക ഒരു റിട്ടയർ ചെയ്ത ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ കൊളീജിയേറ്റ് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് എൽഡേഴ്സ് ഫോറം ഉണ്ട്, ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവർ മാസത്തിൽ എല്ലാ ശനിയാഴ്ചയും അവർ കൂടുന്നുണ്ട്, എന്തിനെ കുറിച്ചെങ്കിലുമൊക്കെ അവർ ചർച്ച ചെയ്യും. ഒരേ ഇഷ്ടവും താല്പര്യങ്ങളുള്ള അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞു, ഈ ഒരു ഗ്രൂപ്പ്, അത് ഏത് ഗ്രൂപ്പ് ആകട്ടെ, അത് മുന്നോട്ട് നല്ല രീതിയിൽ പോകണമെങ്കിൽ നമ്മളവിടെ ഗ്രൂപ്പിൽ വലിയ നിയമാവലികളൊന്നും വയ്ക്കരുത്. ചിലപ്പോൾ എനിക്ക് കുറേ റിട്ടയർഡ് അധ്യാപകരുമായിട്ടൊരു ഗ്രൂപ്പ് എനിക്കുണ്ട് കേട്ടോ. ആക്ച്വലി അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും പ്രിൻസിപ്പൽമാരൊന്നും അല്ല, അധ്യാപകരുണ്ട്. അപ്പോൾ അവിടെ ഞാൻ കയറി പ്രിൻസിപ്പൽ കളിച്ചാൽ പിന്നെ എന്താ രസം? റിട്ടയർമെൻറ്റ് ജീവിതത്തിൽ നമ്മളെല്ലാം തുല്യരാണ്. അപ്പോൾ ആക്ടിവിറ്റീസ് പലതും ചെയ്യുക, നമുക്ക് മാനസിക ഉല്ലാസം തരുന്ന ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാനായിട്ട് നമുക്ക് പറ്റണം. ചെറുപ്പകാലത്ത് നമുക്ക് ആഗ്രഹിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പാർട്ട്ണർക്ക് ഇഷ്ടപ്പെടാത്ത രീതി കൊണ്ടോ, അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടോ, അല്ലെങ്കിൽ മക്കളെ വളർത്തുന്ന ആ തിരക്ക് കൊണ്ടോ നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ജോലി തിരക്ക് കൊണ്ട് എൻ്റെ ഒരു സുഹൃത്ത് അവരിപ്പോൾ പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്തു, എനിക്കത് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ ഗാർഡനിങ്ങിലോട്ടാണ് തിരിഞ്ഞത്. ഒരു കോൾ വന്നിട്ടുണ്ട്, പറവൂർ നിന്ന് അപ്പുക്കുട്ടൻ എന്ന പ്രേക്ഷകനാണ് വിളിക്കുന്നത്. ഹലോ സാറേ, നമസ്തേ. ഹലോ, നമസ്കാരം. നമസ്തേ. സംസാരിച്ചു. അതായത് എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ്, അദ്ദേഹത്തിന് ഒരു 70 വയസ്സിന് മേലെ പ്രായമുണ്ട്, നല്ല ആരോഗ്യമുണ്ട്, നല്ല വിദ്യാഭ്യാസ പരീക്ഷയാണ്. ഈ അടുത്ത കാലത്തായിട്ട് രാത്രി കിടക്കുമ്പോൾ, രാത്രിയിൽ മാത്രം ഇടയ്ക്ക് ഓർമ്മയില്ല ചില കാര്യം, ബന്ധമില്ലാത്ത കാര്യങ്ങൾ. ഒന്ന് കുറച്ച് സ്പീഡ് കുറച്ച് പറയാമോ സാറേ? അദ്ദേഹത്തിന് രാത്രി ചില കാര്യം പറയുന്നത് ഒരു ബന്ധമില്ലാത്ത കാര്യം, കുടുംബമായിട്ട് എന്തോ കാര്യമൊക്കെ പറയും, ഇടയ്ക്ക് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്ന ഒരു രീതിയാണ്. ഒന്നുകൂടെ ഒന്ന് പറയാമോ? താങ്കളുടെ സുഹൃത്തിന് 70 വയസ്സ് കഴിഞ്ഞു, വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്, നല്ല ആരോഗ്യമുണ്ട്, സമയത്തൊക്കെ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യും. രാത്രി ഇടയ്ക്ക് ഇങ്ങനെ ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയും, ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതിൻ്റെതാണ്. അപ്പൊ എന്തെങ്കിലും സൈക്കോളജി പ്രശ്നമാണോ? തീർച്ചയായിട്ടും നമ്മുടെ ശരീരം ക്ഷയിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ മാനസിക നിലയിൽ ഒരുപാട് ചേഞ്ച് വരും. ഉദാഹരണത്തിന് നമുക്ക് ഉറക്കം കുറയുമ്പോൾ തന്നെ നമ്മൾ ചിലരതിൽ വറീഡാണ്, എനിക്ക് ഉറക്കം കുറയുന്നു, അയ്യോ എന്താണോ എൻ്റെ പ്രശ്നം. ഈ പ്രശ്നങ്ങൾ ചെറിയ രീതിയിൽ രാവിലെ എണീക്കുമ്പോൾ അത് നമുക്ക് നല്ല രീതിയിൽ ഒരു ഉന്മേഷം കാണുന്നില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരോട് വർത്തമാനം പറയുമ്പോൾ നമ്മൾ ഒട്ടും ആക്റ്റീവല്ല. ചിലർക്ക് ഇതോടൊപ്പം തന്നെ മെമ്മറി ലോസും തുടങ്ങാം. പൊതുവെ പണ്ട് കാലത്ത് ഈ മെമ്മറി ലോസ് പലർക്കും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല. കാരണം പഴയ കാലത്ത് 60 വയസ്സ് കഴിയുമ്പോൾ തികച്ച് വൃദ്ധർ എന്നുള്ള രീതിയിൽ വീട്ടിനുള്ളിൽ തന്നെ മാറ്റി
പെട്ടിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. 80 വയസ്സിലും 85 വയസ്സിലും നമ്മളെല്ലാം സമൂഹത്തിലോട്ട് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ ഇവിടെ താങ്കളുടെ സുഹൃത്തിൻ്റെ ഇതിൽ ആ വീട്ടുകാർ എത്രത്തോളം സപ്പോർട്ടീവാണ്, ഇദ്ദേഹത്തിന് അതുപോലെ സുഹൃത്തുക്കളുമായിട്ട് സംസാരിക്കാനുള്ള അവസരം കിട്ടുന്നില്ലേ? എൻ്റെ അഭിപ്രായത്തിൽ ആഴ്ചയിലൊരിക്കൽ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളായിട്ട്, നമുക്ക് ഇഷ്ടമുള്ള സുഹൃത്തുക്കളുടെ കൂടെ സംസാരിക്കാനായിട്ട്, ഇപ്പോൾ എല്ലാവരെയും കൂടെ കൂട്ടിപ്പിടിച്ച് നമുക്ക് കിട്ടുമൊന്നുമില്ല. ഏതെങ്കിലും ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോവുക, നേരിട്ട് കണ്ട് സംസാരിക്കുക. ഫോണിൽ കൂടെ സംസാരിക്കുന്നതിനൊക്കെ ഒരു ലിമിറ്റുണ്ട് കേട്ടോ. നമ്മൾ പല കാര്യങ്ങളും നേരിട്ട് കണ്ട് സംസാരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ വരും. അത് ഈ പ്രായം ചെന്നു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം വിരമിച്ചതിന് ശേഷം നമ്മൾ പൊതുവെ വെളിയിൽ ഇറങ്ങുന്നില്ല. ഒരു കല്യാണം വരുമ്പോൾ വെളിയിൽ പോവും. ആ ഒരു കല്യാണത്തിന് പോയിട്ട് നമ്മൾ ആരോട് എന്താണ് സംസാരിക്കുമ്പോഴത്തേക്ക് അവിടുത്തെ കെട്ട് തുടങ്ങാറായി, ഉണ്ണാറായി. അപ്പോൾ ഏതെങ്കിലും ഒരു വീട്ടിൽ അവരോട് വിളിച്ച് ചോദിച്ചിട്ട് ഞാൻ ഇന്ന് വരികയാണ് കേട്ടോ എന്ന് പറയാം. നിങ്ങളുടെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ പാർട്ട്ണർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവരെയും കൂടെ കൊണ്ടുപോവുക, സംസാരിക്കുക, പഴയ കാര്യങ്ങൾ പറഞ്ഞ് ചിരിക്കുക. ഇതൊക്കെ എന്ത് രസകരമാണെന്നറിയാമോ? ഇനി മനസ്സിൽ ഒരു ബലം പിടിക്കേണ്ട മണ്ടത്തരങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ പണ്ട് പറ്റിയ അബദ്ധങ്ങൾ പറഞ്ഞ് ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ലാഘവത്വം മനസ്സിനുണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും താങ്കളെപ്പോലുള്ളൊരു നല്ല സുഹൃത്ത് അദ്ദേഹത്തിനുണ്ടല്ലോ, അത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം. അപ്പോൾ നന്നായി അത് പോകട്ടെ. ശരി, എന്തായാലും വിളിച്ചതിന് നന്ദി. താങ്ക് യു. നമുക്കിനി ഒരു ചെറിയ ബ്രേക്കിലേക്ക് പോകാം. ഇടവേളയ്ക്ക് ശേഷം സാമൂഹ്യ പാഠത്തിലേക്ക് തിരികെ എത്താം. ഹരിവരാസനം വിശ്വമോഹനം ഹരിദധീശ്വരം ആരാധ്യപാദുകം ഹരിവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ. സ്വാമിയേ സാമൂഹ്യ പാഠം തുടരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഈ വിരമിക്കൽ ഘട്ടത്തിലെത്തിയ അവർക്ക് ഒട്ടേറെ വെല്ലുവിളികളുണ്ട്. പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും അതുപോലെ വൈകാരികമായിട്ടും ആരോഗ്യപരമായിട്ടും ഒക്കെയുള്ള ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ അവർ നേരിടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ ജോലിയിൽ ഇരിക്കുമ്പോൾ തന്നെ ഉണ്ടായേക്കാം, അത് അവഗണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം. പിന്നീട് ഇത്തരം ഈ വിരമിക്കൽ ഘട്ടത്തിലേക്കൊക്കെ എത്തുമ്പോൾ അത് രൂക്ഷമായിട്ട് വരിക. അപ്പോൾ ഈ ഒരു സമയത്ത് പൂർണ്ണമായിട്ടുള്ളൊരു സപ്പോർട്ടിൻ്റെ ഒരു സമയം കൂടിയാണ് അല്ലേ എല്ലാ തരത്തിലും? തീർച്ചയായിട്ടും. അപ്പോൾ ഈ നമ്മൾ മിക്കവരും നമ്മൾ ജോലി കയറിയിട്ടാണ് നമ്മൾ വീട് വയ്ക്കുന്നു, മക്കളുടെ കല്യാണം നടത്തുന്നു, അങ്ങനെ വലിയ വലിയ കാര്യങ്ങൾക്കായിട്ടുള്ള സാമ്പത്തിക ഇതൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ലോൺ എടുക്കുക. അപ്പോൾ ചിലർക്കെങ്കിലും ഇപ്പം 56 വയസ്സിൽ വിരമിക്കുമ്പോൾ അതോടുകൂടി ഈ ലോണുകളെല്ലാം തീരുന്ന അല്ലെങ്കിൽ പോളിസിക്ക് ഇൻഷുറൻസിൻ്റെ പൈസ അടയ്ക്കുക, ഇതെല്ലാം അത് തീരും. കാരണം പിന്നീട് കിട്ടുന്ന പെൻഷൻ എന്ന് പറയുന്നത് നമുക്ക് പണ്ട് കിട്ടിക്കൊണ്ടിരുന്ന അത്രയും വലിയ തുകയൊന്നും കിട്ടില്ല. പക്ഷേ എന്നാലും പഴയ കാലത്തിനേക്കാളും ഒരു നല്ലൊരു തുക തന്നെയാണ് ഏത് കാറ്റഗറിപ്പെട്ടവർക്കും ഇപ്പോൾ കിട്ടുന്നത്. പക്ഷേ ലോണ് അല്ലെങ്കിൽ ഇതുപോലെ തിരിച്ചടവുണ്ടെങ്കിൽ നമുക്കത് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ആ സമയം വരുമ്പോഴത്തേക്കും മക്കളുടെ പഠിത്തം തീർന്നിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ കല്യാണം നടത്തണം, നമുക്ക് സാമ്പത്തികം ഇല്ലെങ്കിൽ പെട്ടെന്ന് ആദി കയറും. ഈ ആദി ഉള്ളത് കൊണ്ട് തന്നെ പലരുടെയും ആരോഗ്യസ്ഥിതി തകരാറിലാവുകയും ചെയ്യും. അങ്ങനെ തകരാറിലാവുമ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകളാകട്ടെ അവരവരുടെ ആരോഗ്യം നോക്കുകയേ ഇല്ല. ഹസ്ബൻഡിന് അസുഖം വന്ന് അവർ കൊണ്ട് പോകും. കാരണം അയ്യോ നമ്മുടെ സേവ് ചെയ്ത പൈസയിൽ നിന്ന് എങ്ങനെയാണ് ചിലവാക്കുന്നത്, അത് മോന് കൊടുക്കണ്ടേ, മോൾക്ക് കൊടുക്കണ്ടേ? അപ്പോൾ അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോകരുത്. നിങ്ങളുടെ ജോലി സമയത്ത് നിങ്ങളുടെ ഇത്രയും കാലത്തിൽ നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് സമ്പാദിച്ചത്? മക്കൾക്ക് വേണ്ടി തന്നെയാണ്. ഇപ്പോൾ റിട്ടയർമെൻറ്റ് ജീവിതം എന്ന് പറയുന്നത് സർക്കാർ പെൻഷൻ തരുന്നത് അല്ലെങ്കിൽ എവിടെന്നെങ്കിലും നമുക്ക് പൈസ കിട്ടുന്നത് ഇനി നിങ്ങൾക്കും നിങ്ങളുടെ പാർട്ട്ണർക്കും സുഖമായി ജീവിക്കാനാണ്. അതിൽ യാതൊരുവിധ ഒരു കാര്യവും അതിൽ തടസ്സമായി നിൽക്കാൻ പാടില്ല. നിങ്ങൾക്ക് മരുന്ന് മേടിക്കാൻ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് പോകാൻ. പല ആൾക്കാരും ഒരു 100-ൽ ഇപ്പം ഈ അടുത്ത കാലത്താണ് പലരും യാത്രയൊക്കെ ഇനി ചെയ്യുന്നത്. മറ്റിങ്ങനെ സ്വരുക്കൂട്ടി വയ്ക്കും, ഒരു വീടുണ്ടാക്കണം, അത് 2 മക്കളുണ്ടെങ്കിൽ 3 വീടുണ്ടാക്കണം, ഇങ്ങനെയൊക്കെ ആദ്യമാണ്. അതിൻ്റെ ഒന്നും കാര്യമില്ല. നമ്മൾ കുറേ
മാറേണ്ടിയിരിക്കുന്നു. അപ്പം നമ്മൾ ഈ റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഉള്ള പൈസയിൽ നമ്മൾ എൻജോയ് ചെയ്യാൻ നോക്കണം. കാരണം ഇനി നമുക്ക് എത്ര കാലമുണ്ട് എന്ന് ചിന്തിച്ച് പെടുകയല്ല വേണ്ടത്. ഇനിയുള്ള കാലം നമ്മൾ ഫ്രീ ബേർഡ്സാണ്. നമുക്ക് അതിരാവിലെ എണീക്കണ്ട, നമുക്ക് ചോറ് പൊതി കെട്ടി ഓടണ്ട, നമുക്ക് ആരുടെയും മുമ്പിൽ സോറി സാർ ലേറ്റായി, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും ടാസ്ക് ഉണ്ട് ചെയ്യാൻ ഒന്നുമില്ല. അപ്പം നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യമാണ് നമ്മുടെ ശാരീരിക ആരോഗ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതൊക്കെയാണെങ്കിൽ നമുക്കിപ്പോൾ ഈ റിട്ടയർമെൻ്റ് ഒന്നും ഇല്ലാത്ത ഒരു വിഭാഗം നമുക്കറിയാം, വീട്ടമ്മമാരാണെങ്കിൽ പോലും, അല്ലെങ്കിൽ അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്നവർ, അല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് നയിക്കാനായി ജീവിതകാലം മുഴുവൻ ജോലി ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അത്തരക്കാർക്കൊക്കെ തന്നെ ഈ പറഞ്ഞതുപോലെ സാമ്പത്തിക പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ കുടുംബ പ്രാരാബ്ധങ്ങൾ കൊണ്ടോ ഒക്കെ ജീവിതകാലം മുഴുവൻ ജോലി ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. സത്യം പറഞ്ഞാൽ അവരോടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സിമ്പതി വേണ്ടത്. പ്രത്യേകിച്ച് വീട്ടമ്മമാരല്ലേ, ജോലിക്ക് പൊയ്ക്കൊണ്ടിരുന്നിട്ട് റിട്ടയർ ചെയ്തപ്പോൾ വീട്ടമ്മ റോളിലോട്ട് ചുരുങ്ങുന്ന സ്ത്രീകളുണ്ട്. അവരുടെ പ്രശ്നം വേറെയാണ്. അപ്പം നമുക്കിപ്പോൾ തൽക്കാലം ജീവിതകാലം മുഴുവൻ വീട്ടമ്മയായ ഒരു സ്ത്രീ, അവർ ഒരിക്കൽ പോലും അവരുടെ ഒരു അസുഖം വന്നാൽ പോലും അവർക്ക് അവരുടെ ജോലിയിൽ നിന്ന് മാറിയിരിക്കാൻ പറ്റുന്നില്ല. കൊറോണ കാലത്ത് എല്ലാവരും വീട്ടിലിരുന്നു. വീട്ടമ്മയ്ക്ക് ഇരിക്കാൻ പറ്റുമോ? 4 നേരം അല്ലെങ്കിൽ 5 നേരം ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഒരു പ്രായം എത്തിക്കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ മക്കളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അമ്മയെ ആ ഒരു പണിയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒന്ന് മാറ്റി നിർത്താൻ ശ്രമിക്കണം. ഇപ്പം ഞാൻ കണ്ടുവരുന്ന ഒരു പ്രവണത, റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ അമ്മയ്ക്ക് ഇനി ഇഷ്ടംപോലെ ജോലിയുണ്ട്, അല്ലെങ്കിൽ ഇഷ്ടംപോലെ സമയമുണ്ട്, അല്ലെങ്കിൽ വീട്ടമ്മയായ ഒരു സ്ത്രീ 19-16 വയസ്സ് കഴിഞ്ഞു, മക്കൾ കല്യാണം കഴിപ്പിച്ച് വിട്ടു, ഉടനെ അടുത്ത ജോലി കിട്ടിയിരിക്കുക അവർക്ക്. എന്താണ്? കൊച്ചു മക്കളെ നോക്കൽ. പലർക്കും ഇപ്പോൾ ഒരു കല്യാണത്തിന് പോകണമെങ്കിൽ ഉടനെ അവർ നോക്കും, അയ്യോ ഇന്ന് വർക്കിംഗ് ഡേ ആണല്ലോ, എൻ്റെ കൊച്ചുമക്കളെ എനിക്ക് സ്കൂളിൽ വിടണം, അവരെ തിരിച്ചു വിളിച്ചുകൊണ്ട് വരും. നോക്കും, ഇതൊന്നും നിങ്ങളുടെ ബാധ്യതയായിട്ട് കരുതരുത്. നിങ്ങളുടെ ഔദാര്യമാണ് നമ്മൾ കൊച്ചുമക്കളെ നോക്കുന്നത്. അത് മക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കലും ഫോഴ്സ് ചെയ്ത് നിങ്ങളുടെ അമ്മമാരെ കൊണ്ടോ അച്ഛന്മാരെ കൊണ്ടോ ഇത് ചെയ്യിപ്പിക്കാതിരിക്കുക. പലപ്പോഴും അന്യനാട്ടിലൊക്കെ പോകേണ്ടി വരുന്നവരുണ്ടല്ലോ കൊച്ചുമക്കളെ അതാണ് ഏറ്റവും സങ്കടകരമായ. ഇപ്പം US UK പോലുള്ള സ്ഥലങ്ങളിൽ എന്താണെന്ന് വെച്ചാൽ അവിടെയൊക്കെ അതികഠിനമായ ശൈത്യമാണ്, തണുപ്പ്. നമ്മൾ ഈ മലയാളിക്ക് വൃശ്ചിക മാസത്തിലൊരു തണുപ്പാണ് നമ്മൾ അനുഭവിച്ച്, അല്ലെങ്കിൽ മകരമാസ കുളിരെന്ന് പറഞ്ഞാൽ അതേ ഉള്ളൂ നമ്മുടെ തണുപ്പ്. ഇത് അവിടെ പോയി കഴിഞ്ഞിട്ട് ഒരു 4 ചുമരുകൾക്കകത്തിരിക്കുന്നു. അത് പ്രത്യേകിച്ച് നാട്ടിൻപുറത്തു നിന്നൊക്കെ ഉള്ളവർ പോയി കഴിഞ്ഞാൽ അവരവിടെ കഷ്ടപ്പെട്ട് പോവുകയുള്ളൂ. കാരണം അവർക്ക് ആരെയും കാണാൻ പറ്റില്ല. ഒരു ഏജ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആൾക്കാരെ കണ്ട് സംസാരിക്കുന്നത് പോലെ വേറെ ഒരു സന്തോഷവും നമുക്കില്ല. ഒന്നും എൻ്റെ ആലോചിച്ച് നോക്കിയേ, കൊറോണ സമയത്ത് നമുക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ ഉണ്ടായിരുന്നു വീട്ടിലല്ലേ, എല്ലാവരും വീട്ടിലുണ്ട്, എന്നിട്ടും നമ്മൾ സന്തുഷ്ടരായിരുന്നോ? അല്ല, എങ്ങനെയെങ്കിലും നമുക്കൊന്ന് വെളിയിൽ ഇറങ്ങിയാൽ മതി. അപ്പം അതുപോലെയാണ് ഈ വാർദ്ധക്യകാലത്തിൽ, അല്ലെങ്കിൽ പ്രായമാകും തോറും. ഇപ്പം ഞാൻ 60 വയസ്സിൽ വാർദ്ധക്യമെന്ന് പറയാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം ഇപ്പം എല്ലാവരും പറയുന്നത് അയ്യോ എനിക്ക് വയസ്സായിട്ടില്ലേ. അങ്ങനെയല്ല. ഞാൻ എപ്പോഴും ഹാപ്പി ആയിട്ട് പറയും, ഞാൻ സീനിയർ സിറ്റിസണാണ്, ഐ ഹാവ് ടു അക്സെപ്റ്റ് മൈ ഏജ്. അത് റിയാലിറ്റിയാണ്. എൻ്റെ ഏജിനനുസരിച്ച് ഞാൻ എൻജോയ് ചെയ്യാൻ പഠിക്കുക. എനിക്കൊരുപാട് സ്റ്റുഡൻസിൻ്റെ ഗ്രൂപ്പുണ്ട്, ഞാൻ അവരുടെ കൂടെ ടൂറൊക്കെ പോകാറുണ്ട്. അപ്പോൾ അവർ എൻജോയ് ചെയ്യുന്നതിൻ്റെ കൂടെ എനിക്കൊരു ലിമിറ്റ് വരെ എൻജോയ് ചെയ്യാൻ പറ്റും. അതിൽ ഞാൻ വഴക്കുണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ ഞാൻ അവരെ പോലെ ആകണമെന്നോ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. മറിച്ച് ഞാൻ അവരുടെ കൂടെ അവരെന്നെ കൂട്ടുന്നുണ്ടല്ലോ, അതിലാണ് ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവരുടെ കൂടെയും നമ്മൾ മിക്സ് ചെയ്യാൻ ശ്രമിക്കുക. പ്രത്യേകിച്ചും വയസ്സായവരുടെ കൂടെ അല്ലെങ്കിൽ 60+ കൂടെ മാത്രം നിങ്ങൾ ഇരിക്കണ്ട കേട്ടോ. പിന്നെ നമുക്ക് ഒന്നുമില്ല സംസാരിക്കാം. കുറേ നേരം കൊച്ചുമക്കളുടെ കൂടെ ഇരിക്കണം, അവരുടെ കൂടെ ക്യാരംസ് കളിക്കണം, അതിൽ തോൽക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കുറച്ചുകൂടി ചെറുപ്പക്കാരുടെ കൂടെ, അങ്ങനെ പല ഏജുകാരുടെ കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് കുറച്ചുകൂടെ നന്നായി. ജനറേഷൻ്റെ പ്രോബ്ലം അവിടെ വരുന്നില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ ഫിസിക്കൽ ലിമിറ്റേഷൻസ് മനസ്സിലാക്കുക. ഇപ്പോൾ ഒരു അഡ്വഞ്ചർ ട്രിപ്പിന് പോയി, എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ താഴെ നിൽക്കും. അല്ലാതെ അയ്യോ എനിക്ക് ആ മോളിൽ കയറാൻ പറ്റിയില്ലല്ലോ, അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. എനിക്ക് ഇവരുടെ കൂടെ ഇതുവരെ വരാൻ പറ്റിയല്ലോ. നമുക്കൊരു കോൾ വന്നിട്ടുണ്ട്, അതിലേക്ക് പോവാം. ഷൊർണൂരിൽ നിന്ന് ജാനകി എന്ന പ്രേക്ഷകയാണ് വിളിക്കുന്നത്. ഹലോ, നമസ്കാരം. നമസ്കാരം. ഹലോ, പറയൂ. കേൾക്കുന്നുണ്ട്, സംസാരിച്ചോളൂ. ഞാന് പിന്നെ വീട്ടിലാണേ.
വീട്ടില് പിന്നെ ചെറിയ ചെറിയ പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ തൊഴിലുറപ്പിനും പിന്നെ ടൈലറും ആണ്. ഓക്കെ. എനിക്ക് എപ്പോഴും ഓരോ വിഷമങ്ങൾ ഇങ്ങനെ വരിക. വിഷമങ്ങൾ ഓരോ വിഷമങ്ങളായിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. ഓക്കെ. എത്ര പ്രായമായിന്നൊന്ന് പറയാമോ? എത്ര പ്രായമായിന്നൊന്ന് പറയാമോ? എനിക്ക് 57 വയസ്സ്. 57. അതൊരു വയസ്സേ അല്ല കേട്ടോ. അതല്ല, എന്റെ പേരക്കുട്ടി പെട്ടെന്ന് മരിച്ചു. അപ്പൊ അതിന്റെ ഒരു ടെൻഷനാണ്. മനസ്സിലായി മനസ്സിലായി. അവന് 3.5 വയസ്സായിരുന്നു. ആകെ ഒരു കുട്ടി ഉണ്ടായിരുന്നുള്ളൂ, മകന്റെ. ഓ. അപ്പൊ അവൾക്കും വിഷമാണ്, ഞങ്ങൾക്കൊക്കെയും വിഷമാണ്. അപ്പൊ അതിനൊരു മോചനം കിട്ടാൻ എന്താ കാട്ടുക? അതെ, ഞാൻ ഒരു കാര്യം പറയാം. ഈ ജനനവും മരണവും നമ്മുടെ കയ്യിലല്ല സഹോദരി. അതിപ്പം അത് പറയാം. അവർ ചെറുപ്പമല്ലേ, ആ മകനും മരുമോളും അല്ലെങ്കിൽ മകളൊക്കെ ചെറുപ്പമാണ്. വീണ്ടും ഒരു കുഞ്ഞുണ്ടാകും. അപ്പം അവർ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മുതിർന്നവർ അവരെ ആശ്വസിപ്പിക്കുകയല്ലേ വേണ്ടത്. അപ്പോൾ നമുക്ക് പല കാര്യങ്ങളും നമ്മുടെ കയ്യിലുള്ളതിനെ പറ്റി മാത്രമേ നമ്മൾ ആകുലപ്പെടാൻ പാടുള്ളൂ. മറ്റത് നമ്മുടെ കൺട്രോളിലല്ല. എപ്പോൾ ജനിക്കണം, ഇപ്പോൾ എത്രയോ വീടുകളിൽ കല്യാണം കഴിഞ്ഞ് 10-12 വർഷം കഴിഞ്ഞ കുഞ്ഞുണ്ടാവുന്നത്. അപ്പം നമ്മുടെ ഇവിടുത്തെ നാട്ടിലെ ഒരു പ്രശ്നം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു വീട്ടിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഒരു അസുഖം വന്നു, അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ മരണം വന്നു, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് ദീർഘകാലം കുട്ടികളുണ്ടായില്ല, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ജോലി കിട്ടിയില്ല, ഇതെല്ലാം നാട്ടുകാർ കയറി ആ രക്ഷകർത്താക്കളെടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കും, എന്താ മക്കളെ കല്യാണം കഴിപ്പിക്കുന്നില്ലേ, നിങ്ങൾ എന്തിനാണ് ബോധർ ചെയ്യുന്നത്? മോളുടെ ഒരു വിവാഹമോചനം നടന്നതിന്റെ ഇടയിൽ കൂടി. ഓ അല്ല, അത് മനസ്സിലായി. നോക്കൂ സഹോദരി, ഇന്നത്തെ കാലത്ത് വിവാഹമോചനം നടന്നത് ഒരു തെറ്റേ അല്ല. പഴയ കാലത്ത് എന്തുകൊണ്ടാണ് വിവാഹമോചനം നടക്കാത്തത്? കാരണം വേറെ ആരും സപ്പോർട്ട് ചെയ്യാനില്ല. അപ്പോൾ അത് കടിച്ച് പിടിച്ച് ചത്തതിനൊപ്പമേ ജീവിച്ചിരിക്കലെന്ന് പറഞ്ഞ് ജീവിക്കുകയാണ്. അപ്പോൾ ആ വിവാഹമോചനം കഴിഞ്ഞ വ്യക്തിക്ക്, ആ മകൾക്ക് ചെയ്യട്ടെ, മിടുക്കിയായിട്ട് പഠിക്കട്ടെ, അതെ മിടുക്കിയായിട്ട് പഠിക്കട്ടെ, ജോലിക്ക് കയറട്ടെ. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആ മകൾക്ക് പൂർണ്ണ പിന്തുണ കൊടുക്കുക. ഇനി അതിനെക്കുറിച്ച് സംസാരിക്കേ വേണ്ട. ബാക്കി പൊതുജനം വന്ന് ചോദിക്കുമായിരിക്കും എന്തുകൊണ്ട് പിരിഞ്ഞു. അത് അവരുടെ കാര്യമല്ല, അതവർ അറിയേണ്ട കാര്യമില്ല. കുട്ടിക്ക് താല്പര്യമില്ല, കുട്ടി നിങ്ങളോട് സംസാരിച്ചു, അവർ പിരിഞ്ഞു, അതവിടെ തീർന്നു. ഇനി പറയില്ലേ, പഴയത് കുത്തിപ്പൊക്കേണ്ട കാര്യമില്ല. നമ്മുടെ നാട്ടിൽ ഇതാണ്. അതെ, അത് മിടുക്കിയായിട്ട് പഠിക്കട്ടെ കേട്ടോ. ആ മോൾക്ക് ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ ഇവിടെ അമ്മൂമ്മയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നേ ഉള്ളൂ, നമുക്ക് എന്താ ചെയ്യാൻ, നമ്മുടെ കൂടുതൽ ഈ മകൾക്കും മോറൽ സപ്പോർട്ട് കൊടുക്കുക. മരിച്ചുപോയ അത് നമുക്കുള്ള കുഞ്ഞല്ല, അങ്ങനെ അങ്ങ് വിചാരിച്ചാൽ മതി. അല്ല, അപ്പൊ ദൈവം തരും തീർച്ചയായിട്ടും. ഈ സങ്കടത്തിന് പകരം വയ്ക്കാൻ ദൈവം തീർച്ചയായിട്ടും തരും. എത്രയോ ഇപ്പൊ തന്നെ അതറിയാം, എനിക്ക് മനസ്സിലാകും. എത്ര പ്രായത്തിലുള്ളതാണെങ്കിലും നമ്മൾ പാരൻസ് മരിച്ചാൽ അത് സഹിക്കും, നമ്മുടെ പാർട്ട്ണർ മരിച്ചാൽ സഹിക്കും, എന്താ പറയുന്നത്, നമ്മുടെ സഹോദരൻ സഹോദരി മരിച്ചാൽ സഹിക്കും. പക്ഷെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു മരണേ ഉള്ളൂ, പുത്രദുഃഖം അല്ലെങ്കിൽ കുട്ടികളുടെ ദുഃഖം. അതെ, അത് പക്ഷെ എന്ത് ചെയ്യാൻ, എനിക്ക് പറയാൻ പറ്റുമോ, ഇത് മറക്കൂന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വേദനയാണത്. ആ വേദന ആ വേദന വെച്ച് നമ്മൾ മുന്നോട്ട് പോയല്ലേ പറ്റൂ. തീർച്ചയായിട്ടും അവർക്ക് ഉടൻ തന്നെ നല്ലൊരു ആരോഗ്യവും ആയുസ്സും ഉള്ള ദൈവാധീനമുള്ളൊരു കുഞ്ഞു വാവ ജനിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. വ്യക്തമായെന്ന് മനസ്സിലാക്കുന്നു. അമ്മൂമ്മയ്ക്ക് എനിക്ക് മനസ്സിലാവും, അമ്മൂമ്മയുടെ ദുഃഖം മനസ്സിലാകും, രണ്ട് സൈഡിൽ നിന്നുള്ളത്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നേ ഉള്ളൂ, അമ്പലങ്ങളിൽ പോകാം. താല്പര്യമുണ്ടെങ്കിൽ ആരെന്ത് ചോദിച്ചാലും ഒന്നും ആൻസർ ഒന്നും വേണ്ട, അവിടെ പോയിട്ട് നമ്മൾ അകത്ത് കയറി പ്രാർത്ഥിക്കാനൊന്നും ഞാൻ പറയുന്നില്ല. 2-3 പ്രദക്ഷിണം വയ്ക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരു റിലാക്സേഷൻ കിട്ടും. തീർച്ചയായിട്ടും പറ്റുകയാണെങ്കിൽ അത് ചെയ്യുക കേട്ടോ. നമുക്ക് ചെറിയൊരു ബ്രേക്കിലേക്ക് പോകാം. ഇടവേളയ്ക്ക് ശേഷം സാമൂഹ്യ പാഠം തുടരും. It's a very nice centre for a holiday. For
ഫോർട്ട് കൊച്ചിയുടെയും മട്ടാഞ്ചേരിയുടെയും ചരിത്രങ്ങൾ ഇഴചേർന്ന് കിടക്കുന്നു. ബാക്കിയെല്ലാം ഒച്ചത്തിൽ കേൾക്കും. ഇവര് പറയണ പതുക്കെ. സാമൂഹ്യപാഠം തുടരുന്നു. നമ്മൾ ഈ വിരമിക്കലിന് ശേഷം ഒട്ടേറെ സാധ്യതകളാണ് ഇന്ന് ഓരോരുത്തരുടെ ഉള്ളത് അല്ലേ? നമുക്കറിയാം പല പ്ലാറ്റ്ഫോമിലും, ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ തന്നെ ധാരാളം സാധ്യതകളാണുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ ഇഷ്ടങ്ങൾ, ഒരിക്കൽ ചെയ്യാൻ കഴിയാതിരുന്ന താല്പര്യങ്ങൾ, ഹോബീസ്, ഇതൊക്കെ തന്നെ നമുക്ക് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനുള്ളൊരു സാധ്യത കൂടി ഇപ്പോഴുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാമോ? അതെ, പഴയ കാലത്തെ പോലെയല്ല. പണ്ട് 55 വയസ്സിൽ വിരമിച്ച് കഴിഞ്ഞാൽ തീർന്നു, ലൈഫ് ഓവർ. പിന്നെ അങ്ങോട്ട് ഞാൻ വയസ്സനായെന്ന് പറഞ്ഞ് കരഞ്ഞ് വിളിച്ച് നടക്കുക ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. നമ്മൾ ജോലിയിൽ നിന്ന് വിരമിച്ചാലും ചിലപ്പോൾ നമുക്ക് 2ാം ഊഴം കിട്ടും. ഞാൻ തന്നെ മഹാത്മാഗാന്ധി കോളേജിൽ നിന്ന് വിരമിച്ച ഉടൻ തന്നെ പുനലൂരുള്ള ഒരു കോളേജിൽ ഞാൻ പ്രിൻസിപ്പലായിട്ട് ജോയിൻ ചെയ്തു. അതൊരു പുതിയ കോളേജാണ്. അതെനിക്കൊരു ചലഞ്ച് തന്നെയായിരുന്നു. എല്ലാ യങ്സ്റ്റേഴ്സ് എൻ്റെ കൂടെ, അതായത് ഒരു 10-35 വയസ്സിനകമുള്ള ചെറുപ്പക്കാർ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു അമ്മ റോളിലോ പ്രിൻസിപ്പൽ റോളിലോ എല്ലാം കൂടെ ചേർന്നായിരുന്നു. ആ ഒരു കോളേജിൻ്റെ എല്ലാ ആക്ടിവിറ്റിയിലും എനിക്ക് 24 മണിക്കൂറും അതിനു വേണ്ടി നമ്മൾ നിന്നപ്പോൾ ഞാൻ വിരമിച്ച കാര്യം ഞാൻ മറന്നേ പോയി. പക്ഷേ ഇപ്പം ഞാൻ പൂർണ്ണമായും വിരമിച്ച ഒരു രീതിയിലിരിക്കുകയാണ്. പക്ഷേ ഞാൻ ആക്റ്റീവായിട്ടുള്ള ഒരു ജോബ് ഏറ്റെടുക്കാതെ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നടക്കുകയാണ്. കാരണം ഇപ്പം പഴയ പോലെ രാവിലെ പോയിട്ട് എനിക്ക് വൈകുന്നേരം വരെ ഇരിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. കാരണം ഇടയ്ക്ക് അങ്ങനെ ഇരുന്ന് പോയത് കൊണ്ടാണ് ആ ബുദ്ധിമുട്ട് വന്നത്. കാരണം നമ്മൾ ഒരിക്കലും വീട്ടിൽ ഇരുന്ന് പോയാൽ പിന്നെ ഇറങ്ങണോ വേണ്ടിയോ എന്നിങ്ങനെ ചിന്തിക്കും. പക്ഷെ അങ്ങനെ ഒരു ബോറടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെളിയിൽ ഇറങ്ങുന്ന ഒരു ജോലിയിലോട്ട് പോയിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഈ കരഞ്ഞു വിളിച്ചിരിക്കാതെ എന്താണോ നമുക്ക് ആഗ്രഹം. എൻ്റെ പല സുഹൃത്തുക്കളും തിരുവാതിര ക്ലബ്ബ് അല്ലെങ്കിൽ ഡാൻസ്, പാട്ട് ക്ലബ്ബിലൊക്കെ ചേർന്നിട്ടുണ്ട്. അപ്പം ഞാൻ അവരടുത്ത് പറഞ്ഞു, എനിക്കിങ്ങനെ പ്രാക്ടീസിനൊന്നും വരാൻ താല്പര്യമില്ല, ഒരു പ്രോഗ്രാം പറയൂ, ഒരു തലേ ദിവസം വന്ന് ഞാൻ നോക്കാം, എന്നിട്ട് ചേരും. കാരണം എനിക്ക് പണ്ട് തൊട്ടേ പലപ്പോഴും നമുക്കറിയാം ഈ ഇതുപോലെയുള്ള ഇഷ്ടങ്ങൾ പലരിലും ഉണ്ടാകും. പലപ്പോഴും നമുക്ക് ജീവിതം പല രീതിയിലായിരിക്കും ഈ വിരമിക്കലിന് ശേഷം മാറുന്നത് പലർക്കും. അപ്പോൾ നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു പ്ലാൻ അല്ലെങ്കിൽ വളരെ പോസിറ്റീവായിട്ടിരിക്കുക. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ പലരും ഏകാന്തമായിട്ടുള്ളൊരു ജീവിതം അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്നവരുണ്ടാവും. അപ്പോൾ എപ്പോഴും പോസിറ്റീവ് ചിന്ത ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ അങ്ങനെ തന്നെ മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രമകരമാണ്. അപ്പോൾ നമ്മുടെ മൈൻഡ് എങ്ങനെ നമുക്ക് പോസിറ്റീവായിട്ട് വെക്കാം, ശുഭചിന്തകൾ വളർത്താൻ കഴിയും? നമ്മുടെ ഈ പ്രായം, നമുക്കൊരു കോളിലേക്ക് പോയിട്ട് ഇതിലേക്ക് വരാം. മാം, തിരുവല്ലയിൽ നിന്ന് ലീല എന്ന പ്രേക്ഷകയാണ് വിളിക്കുന്നത്. ഹലോ, നമസ്തേ ഗീത. നമസ്കാരം, സാമൂഹ്യ പാഠമാണ്, പറഞ്ഞോളൂ മാം. ഡോക്ടർ നമസ്കാരം. ഡോക്ടർ നമസ്തേ. ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചാണ്. എന്റെ ചേച്ചിക്ക് ഇപ്പൊ 80 വയസ്സായി. ചേച്ചിക്ക് പക്ഷെ ഇപ്പം പുള്ളിക്കാട്ടിക്ക് ഒട്ടും തന്നെ ഓർമ്മയില്ല. ഒട്ടും ഓർമ്മയില്ല ഇപ്പം. മനസ്സിലായി. ഓക്കെ, പോലും കണ്ടാൽ അറിയുന്നില്ല. അതെ, ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ട് ഈ ഓർമ്മ പോകുന്നതിന്റെ ഏത് അസുഖമാണെന്നുള്ള ഡയഗ്നോസ് ചെയ്ത് കാണുമല്ലോ നിങ്ങളല്ലേ? അവര് ബോംബെയിലാണ്. പക്ഷെ അവര് അവിടെ ഡോക്ടറെ കാണിച്ച് വിളിക്കുന്നവരെ മാത്രമേ അറിയത്തുള്ളൂ. ആരെ അറിയുന്നേ? ആരെയാ അറിയാൻ പറ്റുന്നേ? ഹലോ ഡോക്ടർ, എന്റെ ചേച്ചിക്കാണ്. മനസ്സിലായി. 80 വയസ്സുള്ള ചേച്ചിക്ക് ഓർമ്മക്കുറവുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചത്, ആ ചേച്ചിയെ അവരുടെ മക്കള് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി കാണിച്ചു കാണുമല്ലോ? ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കുന്നുണ്ട്, പക്ഷെ ഈ അസുഖത്തിന് അങ്ങനെ ട്രീറ്റ്മെന്റ് ഇല്ലെന്നാണ്. അത് മനസ്സിലായി. അത് ഈ ഓർമ്മക്കുറവ് പല രീതിയിലുണ്ട്. ഡെമൻഷ്യ അങ്ങനെ. പിന്നെ ഫൈനൽ ഒരു ഇതിൽ അൽസീമേഴ്സ് എന്ന് പറയും. അപ്പോൾ ചെറിയ രീതിയിലുള്ള അംനേഷ്യ ഡെമൻഷ്യ ആണോ എന്നറിയാനാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ ഈ 80 വയസ്സ് ആയപ്പോഴാണല്ലോ ഓർമ്മക്കുറവ് വന്നത്. അപ്പോൾ അതിന് തന്നെ നമ്മൾ ആദ്യമേ ദൈവത്തോട് നന്ദി പറയുക. ഇത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്ത് മാറ്റാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഒരു സാഹചര്യമായിട്ട് പൊരുത്തപ്പെടുക. അപ്പോൾ ഈ വ്യക്തിയോട് അവരുടെ മക്കളെയൊക്കെ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ?
മക്കളെന്ന് പറയാ കൊച്ചുമക്കളെയോ മക്കളുടെ ഹസ്ബൻഡിനെയോ ഒന്നും ഓർമ്മയില്ല. അതല്ല, അത് കുഴപ്പമില്ല. അതിങ്ങനെ ഓർമ്മ ഫെയ്ഡ്, കാരണം തലച്ചോറിലുണ്ടാകുന്ന ചെറിയ ഒരു ഇത് കൊണ്ടാണ് കോശങ്ങൾ നശിച്ചു പോകുന്നത്, ഷ്രിങ്ക് ചെയ്ത് പോകുന്നതുകൊണ്ടൊക്കെ നമുക്കിത് സംഭവിക്കാം. അപ്പോൾ അവർക്ക് ഹസ്ബൻഡിനെ ഓർമ്മ കാണില്ല, പക്ഷെ കൂടെ നിൽക്കുന്നവർക്ക് അവരെ അറിയാമല്ലോ, എൻ്റെ അമ്മയാണ്, എൻ്റെ ഭാര്യയാണ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് അവർക്ക് മാക്സിമം എന്താ പറയുന്നത് സപ്പോർട്ട് കൊടുക്കാം. ഇവർക്ക് വെളിയിൽ പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെയും കൊണ്ട് നമുക്ക് വെളിയിൽ പോകാം. ചിലപ്പോൾ ഇവർക്ക് ഒരു സ്ഥലവും മനസ്സിലാവില്ല. ഇന്ന ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി, ആ ബന്ധു സപ്പോർട്ടീവ് ആണെങ്കിൽ മാത്രം ആ വീട്ടിൽ കൊണ്ടുപോവുക. പല ആൾക്കാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല, സാരമില്ല, അത് പോട്ടെ, അത് ഓരോരുത്തർക്കും ഓരോ അസുഖങ്ങളാണ്. അപ്പം ഇവിടുത്തെ ഈ ഒരു അസുഖത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ അനുഭവിക്കുന്ന വ്യക്തിക്ക് വേദനകളോ ഒന്നുമില്ല, പക്ഷെ കൂടെ നിൽക്കുന്നവരാണ് ഈ വേദന മുഴുവൻ സഹിക്കുന്നത്, അല്ലേ? അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോഴേ ഒരു മോളെ ഓർത്ത് ടെൻഷനും ഉണ്ട് പുള്ളിക്കാരത്തിക്ക്. ആരെ ഓർത്തിട്ട് ടെൻഷൻ? ഒരു മോളുണ്ട് കല്യാണം കഴിച്ച് ഡൈവേഴ്സ് ആയത്. ഓക്കെ. അല്ല, അത് ഓർമ്മയുണ്ടല്ലേ? അത് ആ കുട്ടി കൂടെ ഉണ്ട്. അതിൻ്റെതായ വലിയ ടെൻഷനാണ് പുള്ളിക്കാരത്തിക്ക്. അല്ലേ? പക്ഷെ ഇപ്പൊ ഓർമ്മ പോയപ്പോഴും ടെൻഷൻ ഉണ്ടോ? ഓർമ്മ ഇപ്പൊ പോയിട്ട് 2 വർഷമായി. അപ്പൊ ഇപ്പൊ ടെൻഷൻ ഉണ്ടോ? ഇപ്പൊ ടെൻഷൻ ഇല്ലല്ലോ, ഓർമ്മ പോയില്ലേ? ഇപ്പൊ ടെൻഷൻ ഉണ്ട്. ഇപ്പൊ ടെൻഷൻ കൂടിയ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ. ഈ മോളുടെ കാര്യം ഓർത്താണോ ടെൻഷൻ? അതെ അതെ അതെ. അല്ല, സാധാരണ ഓർമ്മ പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നിനെ കുറിച്ച് ടെൻഷൻ കാണില്ല, കാരണം അവര് കൂടെ നിൽക്കുന്നതല്ലേ, കൂടെ ഉള്ളത് കൊണ്ട് അതിനെ കുറിച്ച് അറിയാം. ഇപ്പൊ എന്നെ അറിയാം, ഞാൻ എപ്പോഴും വിളിക്കുന്നതുകൊണ്ട് എന്റെ പേരറിയാം. അപ്പൊ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന പറയട്ടെ. കാരണം നമ്മൾ ഒരിക്കലും ഈ കൂടെ നിൽക്കുന്ന പെൺകുട്ടിയുടെ ഡിവോഴ്സ് എന്നോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കണ്ട. ഈ വ്യക്തിയോട് അവർക്ക് പല വ്യക്തികളെ ഈ ഓർമ്മക്കുറവുണ്ട് ഒരു പേഷ്യൻറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ബന്ധുവിനുണ്ടെന്ന് പറഞ്ഞാൽ ഉടനെ കാണാൻ പോകും. കാണാൻ പോയിട്ട് കുത്തി ചോദിക്കും, എന്നെ ഓർമ്മയുണ്ടോ ചേച്ചിക്ക്? ചേട്ടൻ എന്നെ ഓർമ്മയുണ്ടോ? പണ്ട് നമ്മൾ 2015 ഇങ്ങനെ ചെയ്തില്ലേ? അപ്പോൾ അങ്ങനെ കുത്തി ചോദിക്കാതിരിക്കുക. അവിടെ ചെന്ന് നമ്മൾ കാഷ്വലായിട്ട് വർത്താനം പറയുന്നു. കുറച്ച് കഴിയുമ്പോൾ ഈ വ്യക്തി നമ്മുടെ കൂടെ സംസാരത്തിൽ അങ്ങ് ചേർന്നോളും. അപ്പോൾ നമുക്കിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഇവർക്ക് ഡെയിലി ഡേ ടു ഡേ ലൈഫിൽ അവർക്ക് ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ മാത്രം നമ്മൾ അവരെ ഓർമ്മപ്പെടുത്തുക. അവർ പേരൊക്കെ മറന്നു പോവുകയാണെങ്കിൽ ഇവർ കിടക്കുന്ന ബെഡ്റൂമിൽ പേര്, അതായത് മകളുടെ പേര്, ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഭർത്താവ് എന്ന പേര്, പിന്നെ ഏറ്റവും വേണ്ടപ്പെട്ട ഇവർക്ക് ഓർക്കേണ്ടതായിട്ടുള്ള വ്യക്തികളുടെ പേരെഴുതി ഒട്ടിക്കുക. പിന്നെ കുടുംബ ഫോട്ടോകൾ വലുതായിട്ടെടുത്തിട്ട്, അതായത് ഇവർക്ക് ചെറിയ രീതിയിൽ അവർക്ക് മനസ്സിലാവില്ല, കാരണം മെമ്മറിയിൽ അല്ലെങ്കിൽ ബ്രെയിനിൽ ഉണ്ടാകുന്ന ചില ആൾക്കാരെ മനസ്സിലാവില്ല. അവർക്ക് ചിലപ്പോൾ തൊട്ട് നോക്കിയിട്ടൊക്കെയാണ് ആൾക്കാരെ മനസ്സിലാവുന്നത്. അപ്പോൾ അത് നമുക്കൊരു വേറെ ആൾക്കാർക്ക് അതൊരു ഇറിറ്റേഷൻ തോന്നും, ഇതെന്താ ഇങ്ങനെ തൊട്ട് നോക്കുന്നതെന്ന്. അത് അവരുടെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഈ ഇത് ഫോട്ടോസ് കാണിക്കുക, പഴയ ആൽബം കാണിച്ചു കൊടുക്കുക. മനസ്സിലാവില്ല കേട്ടോ, നല്ല ക്ഷമ വേണം. പിന്നെ ഡെയിലി ഒരു 3-4 കാര്യങ്ങൾ മാത്രം നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. നമ്മൾ കൊടുക്കുന്ന ആഹാരം അവർ മറന്നു പോകും. അപ്പോൾ വല്യമ്മ അല്ലെങ്കിൽ ചേച്ചി ഇന്നെന്താ കഴിച്ചത്? ഇന്നതേ ദോശ, സാമ്പാർ. ആ സമയം അവരത് ഓർക്കും. അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ അസുഖം ഉള്ള വ്യക്തിയെക്കാളും കൂടെ നിൽക്കുന്ന വ്യക്തിക്ക് നല്ല ക്ഷമയും എല്ലാം ഉണ്ടാകണം. അപ്പോൾ ആ മകൾക്ക് അതുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ശരി, എന്തായാലും വിളിച്ചതിന് നന്ദി. നമുക്കിനി അടുത്തൊരു ഇടവേളയ്ക്ക് പോയിട്ട് സാമൂഹ്യ പഠനത്തിലേക്ക് തിരികെ എത്താം. ഓക്കെ. തല താഴില്ല താഴ്ത്തില്ല ഇവൾ തൻ കാലിൽ നിൽപ്പവൾ, ഇവൾ തൻ പുഞ്ചിരി കൊള്ളും മുഖമാണമ്മ തൻ മുഖം. കൊത്തിക്കീറുക വേടന്മാരുടെ കത്തിപ്പടരും ക്രൂരതയെ, ചങ്ങല നീറ്റുക നീനി വീണ്ടും മംഗലമുണരും കാടണയും. ചങ്ങല നീറ്റുക നീനി വീണ്ടും എല്ലാ ശനിയാഴ്ചയും രാത്രി 9 മണിക്ക്. പുനഃസംപ്രേഷണം എല്ലാ ഞായറാഴ്ചയും രാവിലെ 8:30. സാമൂഹ്യ പാഠം തുടരുന്നു.
നമ്മൾ നേരത്തെ പറഞ്ഞത് നമുക്ക് ഈ ഏകാന്തമായിട്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഏകാന്തവാസത്തിലൂടെ തന്നെ മനസ്സും അതുപോലെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് മനസ്സിനെ കൂടുതൽ ഊർജ്ജഭരിതമാക്കി വെക്കാനും ഒരു പോസിറ്റീവ് ചിന്ത ഉണർത്താനും ഒക്കെയുള്ള ഒരു എന്തെങ്കിലും ഒരു ടിപ്സിനെ കുറിച്ച് പറയാമോ? അങ്ങനെ ഒറ്റ വാക്കിലൊരു ടിപ്പൊന്നും ഇല്ല. പല കാര്യങ്ങൾ ചെയ്യുമ്പോഴേ അത് ശരിയാവുള്ളൂ. ഇപ്പോൾ ഏകാന്തവാസം എന്ന് പറയുന്നത് ചിലപ്പോൾ കല്യാണം കഴിഞ്ഞ് പാർട്ട്ണർ മരിച്ചു, മക്കളെല്ലാം ജോലിക്ക് പോയി, കല്യാണം കഴിഞ്ഞ് ദൂരെ പോയി, അപ്പോൾ ഇത് ഒറ്റയ്ക്കാണ്. അപ്പോൾ ഇപ്പം ഞാൻ കണ്ടുവരുന്ന ഒരു പോസിറ്റീവ് ഫാക്ടർ 60-65 വയസ്സിൽ അവർ വില്ലിങ് ആണെങ്കിൽ അവർക്ക് രണ്ടാമത് റീമാരേജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ, സാമ്പത്തിക ബുദ്ധിമുട്ടും ഇല്ലെങ്കിൽ അവർക്ക് റീമാരേജ് ചെയ്യാം. അതൊരു കാര്യം. പിന്നെ സാമ്പത്തിക ശേഷിയുള്ളവരെല്ലാം ഇപ്പോൾ ഈ കമ്മ്യൂണിറ്റി ലിവിങ് പോലെയുള്ള അതിലോട്ട് പോകുന്നുണ്ട്. വളരെ നല്ല കാര്യമാണ്. ഒരിക്കലും അത് ഡിസ്കറേജ് ചെയ്യരുത്. അല്ലാതെ വൃദ്ധസദനം അങ്ങനെയൊന്നും പറയണ്ട. നല്ല രീതിയിൽ നമുക്ക് മക്കൾക്ക് നോക്കാൻ പറ്റുന്നില്ല, അതൊരു തെറ്റേ അല്ല. പഴയ കാലത്തെ പോലെ വീട്ടിന് ചുറ്റും മക്കളുണ്ട്, 5 മക്കളുണ്ടെങ്കിൽ 5 ഇവരുടെ വീടിൻ്റെ ചുറ്റിൽ ജോലിയാണ്, അങ്ങനെയൊന്നും അല്ല. ഇന്ന് പലർക്ക് പല ദൂരെ രാജ്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരും ജീവിക്കാനായിട്ട്. അപ്പോൾ അച്ഛനെയും അമ്മയും നോക്കാനായിട്ട് നാട്ടിൽ വന്ന് കിടന്ന് അവർക്കും ജീവിക്കണ്ടേ. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ വൃദ്ധസദനം എന്നുള്ള പേരാണ് എങ്ങനെ അതൊരു സ്റ്റിഗ്മ വന്നത്. കെയർ ഹോംസ് ഒക്കെ ഉണ്ട് വെളിയിലൊക്കെ, എന്ത് ഹാപ്പി ആയിട്ടാണെന്നോ എല്ലാവരും അവിടെ ജീവിക്കുന്നത്. അപ്പം നമ്മുടെ സാമ്പത്തിക ശേഷിക്ക് അനുസരിച്ച അങ്ങനെയുള്ള സ്ഥാപനങ്ങളുണ്ടെങ്കിൽ നമുക്ക് പോയി നിൽക്കാം. അല്ല, എനിക്ക് എൻ്റെ വീട്ടിൽ തന്നെയാണ് നിൽക്കാൻ താല്പര്യം, ഞാൻ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്, എനിക്കൊരു നല്ലൊരു സെർവൻറ്റിനെ കൂടെ നിർത്താം അല്ലേ. പക്ഷെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആണുങ്ങൾ മാത്രം ആകുമ്പോഴത്തേക്കും അവിടെ പ്രശ്നമാണ്. ഒരു ജോലിക്കാരിയെ നിർത്താൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ഉടനെ നമ്മുടെ സൊസൈറ്റി അല്ലേ, അങ്ങനെ ഈ വയസ്സുകാലത്ത് ഒരു സ്ത്രീയെ വെച്ചു. ഈ കമ്മ്യൂണിറ്റി ലിവിങ് എന്ന് പറയുന്ന ഈ ആശയം ഇപ്പം മാം സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ഇനി അങ്ങോട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ഇതിൻ്റെ ഒരു സാധ്യത, അല്ലെങ്കിൽ വളരെ താല്പര്യത്തോടു കൂടി ഇങ്ങനെ ഒരു നേരത്തെ പറഞ്ഞതുപോലെ ആവശ്യത്തിന് പണമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റി ലിവിങ്ങിലേക്ക് പോകുന്നത്, അതിൻ്റെ ഒരു ഇനി അങ്ങോട്ടുള്ള ഒരു സാധ്യത ഏറി വരുന്നുണ്ട്. തീർച്ചയായിട്ടും. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആരുമില്ല എൻ്റെ കൂടെ, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എനിക്ക് സാമ്പത്തിക ശേഷിയുണ്ട്, എനിക്ക് പൈസ കൊടുക്കാൻ പറ്റും. അപ്പം ഞാൻ എൻ്റെ അതേ മെൻറ്റാലിറ്റിയുള്ള ഒരു ഗ്രൂപ്പിലോട്ട് പോകാം. ഇപ്പോൾ ഇഷ്ടംപോലെ ഇതുണ്ട് നമ്മുടെ സാമ്പത്തികത്തിന് യോജിച്ച രീതിയിലുള്ള അതിലോട്ട് പോകാം. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ, പല വ്യക്തികളും വയസ്സാകുന്നു എന്ന് കരുതി അങ്ങ് വില്ലെഴുതി അങ്ങ് വയ്ക്കും. ഇത് എൻ്റെ കാലശേഷം, ഇത് മോന്, ഇത് മോക്ക്, ആ അപ്പുറത്ത് കിടക്കുന്നത് കൊച്ചുമോന് വരെ എഴുതും. അങ്ങനെ എഴുതേണ്ട കാര്യമില്ല. നമ്മുടെ കയ്യിൽ ഇപ്പം നിങ്ങൾക്ക് ഗോൾഡൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറച്ചൊക്കെ സൂക്ഷിച്ച് വയ്ക്കണം. വീട്ടിൽ തന്നെ വയ്ക്കാനൊന്നും പറയില്ല, ഇപ്പോൾ കള്ളന്മാരുടെ ശല്യമൊക്കെ ഉണ്ട്. കാരണം ഈ കുട്ടികൾക്ക് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു. ഇനി കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, രക്ഷകർത്താക്കൾ സമ്പാദിച്ചത് അത് നിങ്ങൾക്ക് തരാനൊന്നും അല്ല, അവർ തരുന്നത് അതൊരു പുണ്യം എന്ന് വിചാരിക്കുക. അല്ലാതെ അച്ഛൻ അതെനിക്ക് തന്നേ പറ്റൂ, അച്ഛൻ്റെ പെൻഷനിൽ നിന്നൊരു എമൗണ്ട് എനിക്ക് വേണം, അത് നോക്കിയിട്ടാണ് ഞാൻ എൻ്റെ കുട്ടിയെ ഇന്ന സ്കൂളിൽ ചേർത്തത്. അങ്ങനെയുള്ള ഇതൊക്കെ എടുത്ത് പാടെ കളയണം. അപ്പോൾ നമ്മൾ നമ്മുടെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുത്തു, കൂടിപ്പോയ കല്യാണവും കഴിപ്പിച്ച് കൊടുത്തു, ഇനി അവരുടെ കാര്യം അവർ ചെയ്യട്ടെ. അപ്പം നമ്മുടെ കയ്യിൽ വേറെ പ്രത്യേകിച്ച് പൈസയില്ല, ഒരു വീടുണ്ട്, ഈ വീട് നമുക്ക് ബാങ്കിൽ ലോൺ എടുക്കാം. അപ്പോൾ അവരൊരു എമൗണ്ട് എല്ലാ മാസവും നമ്മുടെ ചിലവിനായിട്ട് തരും. നമ്മുടെ കാലശേഷം അവർ നമുക്ക് തന്ന എമൗണ്ട് അവർ തിരിച്ചെടുത്തിട്ട് ആ വീട് അവർ വിൽക്കുകയോ ലേലത്തിൽ വയ്ക്കുകയോ എന്തോ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് നോക്കാം. ഞാനിത് പറയുമ്പോൾ കുറച്ച് പേരെങ്കിലും മുഖം ചുളിക്കും, ഉയ്യോ ബാങ്കിന് കൊടുത്തു. ഇത് കയ്യിൽ പൈസ വെച്ചിട്ട് മരുന്ന് മേടിക്കാൻ പൈസയില്ല, മക്കളോട് കെഞ്ചും. കാരണം മക്കൾ ഈ വീട്ടിൽ സുഖമായിട്ട് ജീവിക്കുക, അച്ഛനെയും അമ്മയുടെയും എഴുതി മേടിച്ച്. ആ ഒരു പ്രവണത നമ്മുടെ നാട്ടിൽ നിന്ന് കളഞ്ഞാൽ തന്നെ വയസ്സായ കാലത്തെ ജീവിതം വളരെ സുഖകരമാണ്. ഇത് എല്ലാം മക്കൾക്ക് കൊടുത്തിട്ട് കണ്ണീരൊലിപ്പിച്ച് നിൽക്കുന്ന എത്രയോ വീടുണ്ട്. പലരും സമൂഹത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ മോശമാവാതിരിക്കാൻ വേണ്ടി മിണ്ടാതിരിക്കുകയാണ്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. കാലമൊക്കെ മാറി. നന്നായിട്ട് നോക്കുന്ന മക്കൾ,
നമുക്കത് പറയാനും പറ്റില്ല എത്ര മക്കൾക്ക് നോക്കാൻ പറ്റും, കാരണം അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഈ കൊറോണയ്ക്ക് ശേഷം ഞാൻ കണ്ടുവരുന്ന ഒരു കാര്യം, ഒരുപാട് ചെറുപ്പക്കാർക്ക് 40 വയസ്സിന് അപ്പുറമുള്ള ചെറുപ്പക്കാർക്ക്, ചെറുപ്പം എന്ന് തന്നെ പറയാം, എത്രയോ പേരിൽ ഞാൻ മെമ്മറി ലോസ് കാണുന്നു, എത്രയോ പേരിൽ ഈ പേഴ്സണാലിറ്റി പ്രോബ്ലംസ് ഉണ്ടാകുന്നു, എത്രയോ പേര് മാനസികമായിട്ട് ആകെ ഇതാണ്. അപ്പോൾ എല്ലാവരും ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറെ രീതിയിൽ ടെൻസ്ഡാണ്. അത് നോക്കുമ്പോൾ ഈ റിട്ടയർ ചെയ്ത നമ്മളെല്ലാം ആണ് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത്. നമുക്ക് പ്രത്യേകിച്ച് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ പ്രണയിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിലും നമ്മളിപ്പോൾ വിശ്രമ ജീവിതത്തിലാണെങ്കിൽ പോലും ഈ പറഞ്ഞതുപോലെയുള്ള ജീവിതത്തിലാണെങ്കിൽ പോലും പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും. കൃത്യമായിട്ടുള്ള ചെക്കപ്പുകൾ ആവശ്യമായിട്ട് വരാറുണ്ട്, ഒരു കൃത്യമായിട്ടുള്ള ദിനചര്യ ഫോളോ ചെയ്യേണ്ടതുണ്ട്, ഒരു സപ്പോർട്ടിൻ്റെ ഒരു ആവശ്യം അവിടെയും ആവശ്യമായിട്ട് വരാറില്ലേ? അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുക? അത് നമ്മുടെ ഇപ്പോഴ് 2 രീതിയിലെടുക്കണം, സാമ്പത്തികം ഉള്ളത്, സാമ്പത്തികം ഇല്ലാത്തത്. അപ്പോൾ സാമ്പത്തിക ശേഷി കുറഞ്ഞവരോടാണ് എനിക്ക് വളരെ സിമ്പതി ഉള്ളത്. കാരണം ഒരു പനി വന്നാൽ ഒരു ഡോളോ മേടിക്കാൻ കൂടെ അവർക്ക് പൈസ ഇല്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ എല്ലാം കിട്ടട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മറ്റ് ആൾക്കാർ, അതായത് പെൻഷനുണ്ട്, സ്വന്തമായിട്ട് കയറി കിടക്കാൻ ഒരു വീടുണ്ട്, 4 നേരവും സുഭിക്ഷമായ ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ പോലും 2 നേരം കഴിക്കാനുള്ളവരൊക്കെ ഭാഗ്യവാന്മാരാണ്. അപ്പോൾ ഇത് നമുക്ക് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണാൻ പറ്റില്ല, കാരണം വീട്ടിൽ വയസ്സായ 2 പേരേ ഉള്ളൂ, നമുക്ക് ട്രാവൽ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഡോക്ടറിനെ വിളിച്ചാൽ വീട്ടിൽ വരുന്ന ഒരു സംവിധാനം ട്രിവാൻഡ്രത്തുണ്ട്, തീർച്ചയായിട്ടും അത് കൊച്ചിയിലും ഒക്കെ കാണുമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ടെലിമെഡിസിൻ പോലുള്ള സാധ്യതകളുണ്ട്. അല്ല, ഫോണിൽ കൂടെ അല്ല, അവർ വിളിച്ച് അവർ ഡോക്ടറും സംഘവും വീട്ടിലെത്തും കേട്ടോ. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി അതിനേക്കാൾ കുറച്ച് രൂപ കുറച്ച് കൂടുതലാകും, എന്നാലും അവർ നമ്മളെ നോക്കും, നമുക്ക് പിന്നെ ഫോൺ ചെയ്യാം. ഈവൻ ലാബ് ടെസ്റ്റ് വരെ വീട്ടിൽ വന്ന് ചെയ്യേണ്ടതുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ഹെൽത്തിനെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാകണം. കംപ്ലീറ്റ് കിടന്നു പോയാൽ നമുക്ക് ആർക്കും നോക്കാൻ പറ്റില്ല. തുടക്കത്തിൽ എല്ലാവരും നമ്മളെ നോക്കും, അമ്മയെ മലത്തി കിടത്തി കുളിപ്പിക്കാനും തിരിച്ച് കിടത്തി തുടയ്ക്കാനും ഒക്കെ എല്ലാവരും ഉണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, അത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മുടെ ഹെൽത്ത് നമ്മൾ തന്നെ നോക്കണം. വയസ്സായില്ലേ അങ്ങനെ ചിന്തിക്കരുത്. ചെറിയ ചെറിയ വേദനകളുണ്ടെങ്കിൽ അത് നമ്മൾ എങ്ങനെ മാറ്റിയെടുക്കാം. എല്ലാത്തിനും മരുന്ന് കഴിക്കണ്ട. കുറച്ച് നമ്മൾ ഇപ്പം ആദ്യം ചോദിച്ചു ടിപ്സ് പറഞ്ഞു തരാൻ പറ്റുമെന്ന്. ഞാൻ പേഴ്സണലി ചെയ്ത് എനിക്ക് ഫലപ്രദമായിട്ട് തോന്നിയത്, കാരണം എപ്പോഴും നമ്മളെല്ലാവരും ഒരു പോസിറ്റീവ് മൂഡൊന്നുമല്ല, നമ്മുടെ മൂടൊക്കെ അങ്ങ് മാറിയും തിരിഞ്ഞും വരും. അപ്പം ഞാൻ കാലത്തെ അങ്ങ് നടക്കും. 1/2 മണിക്കൂർ തൊട്ട് 3/4 മണിക്കൂർ വരെ നമ്മൾ നടന്നിരിക്കും. അതെനിക്ക് കൂട്ടൊന്നും വേണമെന്നൊന്നുമില്ല, എനിക്ക് തനിച്ച് നടക്കുന്നത് തന്നെയാണ് ഇഷ്ടം. പിന്നെ നടക്കാൻ പോകുമ്പോൾ ബാക്കിയുള്ളവരെ കാണുമ്പോൾ ഹായ് ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറയും. അപ്പം നമ്മൾ തനിച്ച് നടക്കുന്നത് എന്തിനാ? നമ്മുടെ മനസ്സിനെ നമ്മൾ അപ്പോഴാണ് തിരിച്ചിട്ടും മറിച്ചിട്ടും നമ്മൾ ആലോചിക്കണം. അപ്പോൾ നമ്മളിങ്ങനെ ചില ദിവസങ്ങളിൽ എന്തൊരു ജീവിതമല്ലേ, കഷ്ടം തന്നെ എന്ന് വിചാരിക്കുമ്പോൾ ഉടൻ തന്നെ നമ്മൾ ഇല്ല, എനിക്ക് ഭാഗ്യമുണ്ട്, എനിക്ക് ജീവിക്കാനുള്ള പൈസ ഉണ്ട്, എനിക്ക് ഇത്രയൊക്കെ ഞാൻ ജീവിച്ചില്ലേ. ജീവിതത്തിന്റെ ഒരു പോസിറ്റീവ് വശം നമ്മൾ കണ്ടേ പറ്റൂ. അങ്ങനെ കാണാതിരിക്കുന്നിടത്തോളം കാലം നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പിന്നെ എന്നോ നടക്കുന്ന മരണം, അതിനുവേണ്ടി നമ്മൾ നേരത്തെ മരണത്തെ പേടി, മരിക്കാറാകുമ്പോൾ ഒരു പേടി എല്ലാവർക്കും വരും. കാരണം നമുക്ക് അജ്ഞാതമായ ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്, നമ്മൾ അറിയുന്നില്ല. വിസ വന്ന് കിടപ്പുണ്ട്, ടിക്കറ്റ് എപ്പോഴോ വരും. പക്ഷെ അത് നമ്മൾ ചിന്തിച്ചേ പറ്റൂ. എന്തിനാണ് പേടിക്കുന്നത്? പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് വരുമ്പോൾ നടക്കട്ടെ. പിന്നെ ഒരേ ഒരു ഇതേ നമ്മൾ ചിന്തിക്കാമല്ലോ, നമ്മൾ കിടന്ന് ആരെയും ബുദ്ധിമുട്ടിക്കാൻ ഇടവരുത്തരുതേ. നിങ്ങൾക്ക് അമ്പലത്തിലോ പള്ളിയിലോ എവിടെയാണ് പോകാൻ താല്പര്യം, ഒന്ന് പോവുക. പോയിട്ട് അവിടുത്തെ 1-2-3 റൗണ്ട് അടിക്കുമ്പോൾ തന്നെ നടന്നതുമായി, മനസ്സൊരു സമാധാനമായി. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ആഴ്ചയിലൊരിക്കൽ പഴയ സുഹൃത്തുക്കളെ കണ്ടിരിക്കണം, വർത്തമാനം പറയണം. നേരിട്ട് വളരെ ദൂരെയുള്ള സ്ഥലത്തൊന്നും പോകണ്ട.
പിന്നെ ഒരു കൂട്ടായ്മയൊക്കെ ഉണ്ടാക്കി അല്ലേ? ദമ്പതിമാർക്ക് 2 പേർക്കും ആരോഗ്യം ഉണ്ടെങ്കിൽ 2 പേരും കൂടെ ഒരുമിച്ച് എങ്ങോട്ടെങ്കിലും പോകാം. വില കൂടിയ ഹോട്ടൽ റൂമിലൊന്നും താമസിക്കണമെന്നൊന്നും ഇല്ല. നമ്മളൊരു രാവിലെ എവിടെയോ പോകുന്നു, ഒന്ന് കറങ്ങിയിട്ട് തിരിച്ചു വരുന്നു. ഒന്നും ട്രിവാൻഡ്രത്തെ മ്യൂസിയത്തിൽ പോയി ഇരുന്ന് ചുമ്മാ നോക്കിയാൽ മതി. സൺഡേ കൊച്ചു കുട്ടികൾ കളിക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു റിലാക്സേഷനാണ്. അത് കഴിഞ്ഞൊരു പാക്കറ്റ് കപ്പലണ്ടി മേടിക്കാൻ അത്ര പൈസ ഇല്ലല്ലോ, അത് കഴിക്കുക. നമ്മൾ ചെറിയ രീതിയിൽ സന്തോഷിക്കുക. എല്ലാം വലിയ രീതിയിൽ തന്നെ നടത്തണം എന്ന് വിചാരിച്ചാൽ നടക്കൂല. ശരി മാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സാമൂഹ്യ പാഠത്തിന്റെ സമയം ഇവിടെ കഴിയുകയാണ്. എന്തായാലും വളരെ നന്ദിയുണ്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തതിന്. ഇന്നത്തെ സാമൂഹ്യ പാഠം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.